Annie plays India's first animated live tuition. ഐശ്വരി എന്താണ് ഒരു മ്ലാനത മുഖത്ത് കേക്കണില്ല മിസ്സേ കേക്കണില്ല അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ പറ ഹലോ ഹലോ കേക്കാം കേക്കാം പറയൂ എന്താ അങ്ങനെ ഒരു ടോക്ക് അങ്ങനെയല്ലല്ലോ ടൈം ടേബിളില് ഓർന്ന് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നാളെ ശനിയാഴ്ചയല്ലേ അപ്പൊ ഇന്ന് നാളെ മാത്സ് ആണ് എന്താണ് ഇങ്ങനെയൊക്കെ അല്ലേ അഭിനവേ അഭിനവേ അഭിനവ് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ അടുത്താരാ മാം ആ പേരൊന്ന് വായിച്ച് മുഹമ്മദ് നജിൽ 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 ഹലോ ഇത് ഞാനവിടെ ഒരു പെൺകുട്ടീനെയുള്ള കണ്ടല്ലേ ആണോ ശ്രദ്ധിച്ചായിരുന്നു ഇല്ല വേറെ ആരും ഇല്ല ഈ ഇനിക മാത്രമേ ഉള്ളൂ ഇനിക പറയണേ ഞാൻ കെമിസ്ട്രി എടുക്കണ്ടേന്ന് ആണോ നജിലേ ഞാന് ജോയ് അടിക്കുന്ന സമയത്ത് ഇവിടെ കെമിസ്ട്രി എന്താ കാണിച്ചത് ഞാൻ വിചാരിച്ചത് മാത്സ് ആണെന്ന് അങ്ങനെ അങ്ങനെ അതെന്താ കെമിസ്ട്രി അല്ല ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കെമിസ്ട്രി എന്ന് പറഞ്ഞ അവിടെ കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് കെമിസ്ട്രി ആണെന്നാ വിചാരിച്ചത് അപ്പൊ ഇപ്പൊ വെച്ചത് മാത്സ് ആണ് അപ്പൊ നീ ടൈം ടേബിൾ ഒന്നും നോക്കിയിട്ടല്ല കേറുന്നത് അല്ലേ ആ നന്നായി അപ്പൊ ഏത് ബുക്ക് എടുത്ത് കൈവച്ചേണേ ഇപ്പൊ എടുത്തു അത് ശരി സാധാരണ പിള്ളേർ എന്താ ചെയ്യാ ടൈം ടേബിൾ നോക്കി ഏതാ സബ്ജക്ട് നോക്കിയിട്ടൊക്കെയാണ് ബുക്കും കൊണ്ട് കയറാറ് അല്ലേ ഓക്കെ അപ്പൊ നജിൽ ചേച്ചി ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടാ ഹലോ നജിലേ നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ അത് ശരി എന്തായാലും നല്ല കാഴ്ച നീ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നോളോ കുറച്ചേരായി കഴിച്ചോ 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 കഴിച്ചിട്ട് പരിചയപ്പെടാം കേട്ടോ അഭിനവേ അഭിനവേ മോനെ അഭിനവേ എന്ന് വീഡിയോ ഓൺ ചെയ്യണ നേരത്തെ ഓൺ ചെയ്തായിരുന്നല്ലോ വരുന്നുള്ളൂ അത് ശരി ഇനിയിപ്പോ നമ്മുടെ ക്ലാസ്സിനൊക്കെ കയറിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവൂല ഇനിക മിണ്ടരുത് ഒന്നും പറയണ്ട ഓക്കെ നമുക്ക് നമ്മുടെ വേണ്ട സ്കൂള് വിട്ട് വന്നിട്ട് ഈ കളരിക്ക് പോയിട്ട് വന്നത് ഇപ്പൊ എത്തിയതാ കളരിക്കാ ഇനി കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോളൂ ജസ്റ്റ് ഒന്ന് തുടക്കം പറഞ്ഞു ഇല്ലേ പറഞ്ഞില്ലേ സ്കൂളിൽ എങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞോ തുടങ്ങിയില്ലേ അത്രേ ആയിട്ടുള്ളൂ അപ്പൊ ഈ ടീച്ചർമാരൊക്കെ എന്താ എടുക്കണേ എപ്പ പഠിപ്പിച്ചു തീർക്കാനാ അത് മറ്റേ കലോത്സവത്തിനോട് കുട്ടികളെ ഇങ്ങനെ പോവല്ലേ മിസ് പ്രാക്ടീസ് ഒരു ഫുൾ പ്രാക്ടീസ് രാവിലെ തൊട്ട് ഭയങ്കര പ്രാക്ടീസാ ഇപ്പൊ ടീച്ചേഴ്സും കുറച്ച് പ്രാക്ടീസ് കൊടുക്കാണ്ട് വേറെ ടീച്ചേഴ്സ് പ്രാക്ടീസ് അങ്ങനെ ആയിപ്പോയി ഓക്കെ അപ്പൊ നിങ്ങൾ കലോത്സവത്തിനൊന്നിനും ഇല്ലേ മോഹിനിയാട്ടം ഉള്ളതാണോ അതെ അപ്പൊ മോഹിനിയാട്ടിയാണ് മോഹിനിയാട്ടിയാണ് ഭരതനാട്യാണ് അതെ അതിന്റെ ഇടയിലൊക്കെ എവിടെയാണ് പഠിക്കാൻ നേരം ഞായറാഴ്ച മാത്രമേ ഞാൻ ഈ ക്ലാസിക്കൽ ഡാൻസ് പോകുന്നുണ്ട് പൂക്കാട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഞായറാഴ്ച മാത്രം പഠിച്ചിട്ട് മോഹിനിയാട്ടിയുമായും ഭരതനാട്യമായി മാർഗം കളിക്കാരിയാണോ എന്നും പോവില്ല ഇപ്പൊ കീബോർഡ് പഠിക്കുന്നുണ്ട് മോഹിനിയാട്ടി പഠിക്കുന്നുണ്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കും കുച്ചിപ്പുടി പിന്നെ വയനാടും ഈ അഞ്ചെണ്ണം ഞാൻ പഠിക്കും സകല കല വല്ലഭ ഓക്കെ മാർക്കുള്ള കാരണം ഞാനൊന്നും മിണ്ടണില്ല അന്ന് ചേച്ചി ഇതൊന്ന് വായിച്ചു തരുമോ എനിക്ക് In two triangles with the same angles, if we pair the side opposite equal angles,
then the lowest sides are the same multiple of the shortest. Shorter or vice versa. വൈസ് വേഴ്സ. എന്താണ് ഇതിന്റെ അർത്ഥം? രണ്ട് ട്രയാങ്കിൾ സെയിം ആംഗിൾ ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, if we pair the sides opposite equal angles വേണ്ട പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ലേറ്റ് ആയിട്ട് കയറി VIPs ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെക്കാട്ടാ. ജീന ടീച്ചർ വേണ്ട, അനന്തു വീഡിയോ ഓൺ ചെയ്താടാ. എന്താണ് നിങ്ങൾ നേരം വൈകണേന്ന്? നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. ഈ 1 മണിക്കൂർ ക്ലാസ്സിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കയറിയാ മതിയാ? ഇതിന്റെ ക്യാപ്ഷൻ നോട്ട് അയച്ചു തരും. അയച്ചണ്ടാ? അയച്ചു തരൂ കേട്ടാ. അപ്പൊ നോക്കിയേ, നമുക്ക് ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, in two triangles with the same angles, അതായത് 2 ട്രയാങ്കിളുകൾ എടുക്കാണ്. ഇവിടെ ഒരു പർപ്പിൾ കളർ ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഓറഞ്ച് കളർ യെല്ലോ കളർ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ 2 ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണെന്ന് വിചാരിക്കാം. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അനന്തു എന്ന് പറഞ്ഞേ. 2 ട്രയാങ്കിൾസിനും സെയിം അളവാണ് ആംഗിൾ. 2 ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 30, ഇവിടെ ഒരു 60 ഡിഗ്രിന്നും ഇവിടെ ഒരു 90 ഡിഗ്രിന്നും ഇവിടെ ഒരു 30 ഡിഗ്രിന്നും എഴുതി. ഇതുപോലെ തന്നെ ഇവിടെ 60യും ഇവിടെ 30യും ഇവിടെ 90യും എടുത്തു. ഓക്കെ, അപ്പൊ 2 ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണ്. അത്രയും പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ഇഫ് യു പെയർ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകളില്ലേ, ഇപ്പൊ ഇവിടെ 60 ഡിഗ്രി ഇവിടെയും 60 ഡിഗ്രി, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ് അല്ലെ, ഇത്. ഈ 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇത്. അപ്പൊ ഇവരെ നമുക്ക് ഒരു പെയർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈഡുകൾ എക്സ് വൈ സെഡ്, ഇതിന്റെ സൈഡുകൾ ABC ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60 എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഏതൊക്കെയാ? ഇവിടെ വൈയും ഇവിടെ ബിയും. ഓക്കെ, എഴുതല്ല എന്റെ പൊന്നു മക്കളെ, എഴുതാൻ ആരാ പറഞ്ഞ? ഇവിടെ നോക്ക് തനുഷേ, എഴുതണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. എഴുതാൻ സമയം തരാം, ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 3 ആംഗിളുകളുണ്ട്, 30യും 60യും 90യും. ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ നോക്കുക. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വൈ, ഇവിടെയും 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ബി. ഇനി അടുത്തത് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുക. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഇവിടെ എ. ഓക്കെ, പിന്നെ 90 ആണ്. 90യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് സെഡ്, ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് സി. അപ്പൊ ഇവരെയാണ് നമ്മൾ പേയേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഈക്വൽ ആംഗിൾ നജിൽ എഴുതണ്ട. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകളെ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചെറിയ ഇപ്പൊ നമുക്ക് എയും എക്സും ആണ് പെയർ അല്ലെ, എയും എക്സും ആണ് പെയർ. അപ്പോ ഈ എനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അപ്പോ ബിനെയും ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ കിട്ടും. സിനെയും കെ എന്ന് പറയുന്ന സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് കിട്ടും. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ, ഇപ്പൊ ഇവിടുത്തെ ആംഗിളുകൾ എക്സ്, ഇവിടെ ആംഗിൾ എക്സ്, ഇവിടെ വൈ, ഇവിടെ വൈ, ഇവിടെ സെഡ്, ഇവിടെ സെഡ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ 2 ട്രയാങ്കിളിന്റെ ആംഗിൾസ് സെയിം ആണോ? ആംഗിളുകൾ സെയിം ആണോ 2 ട്രയാങ്കിളിലെയും? ഈ 2 ട്രയാങ്കിളിലെയും ആംഗിൾസ് സെയിം ആണോ? എന്തേ തനുഷിനും അഭിനവനും നജിലിനും ഒന്ന് തല ആടും മിണ്ടാനും പറ്റൊന്നുമില്ലേ? ഈ 2 മിണ്ടരുത് നീ, നിനക്ക് കേട്ടില്ല. 2 ട്രയാങ്കിളിന്റെയും ആംഗിൾ
രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ സെയിം ആണോ? അല്ല. അല്ല. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട്. ഞാൻ എന്താ ചോദിച്ചത്? ആംഗിളുകളൂടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? അത് സെയിം. പിന്നെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ആയിട്ട് ഇളക്കാൻ നിൽക്കണ എന്തിനാ? രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ സെയിം ആണ് കേട്ടോ. ഇവിടെ രണ്ട് ട്രയാങ്കിളിന്റെയും എന്താണ് രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ സെയിം ആണ് കേട്ടോ. അപ്പോ ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പൊ നോക്കിയേ, ഇതിന്റെ രണ്ടിന്റെയും ആംഗിളുകൾ സെയിം ആണ് അല്ലെ. ഇനി ഓരോ ആംഗിളിനും ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ നോക്കാം. ഈ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ? 4. ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ? 2. ഇനി ഇവിടെ വൈയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ? 6. ഇവിടെ വൈയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ? 3. ഇവിടെ സെഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താ? 8. ഇവിടെ സെഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 4. മനസ്സിലായോ? പേഴ്സ് എഴുതിയത് മനസ്സിലായോ? ഇവിടെ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകളിൽ ഇപ്പൊ 2, 3, 4 ഇവരെ ഏതോ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ കിട്ടും. നോക്കിയേ, കിട്ടുവോ? നോക്ക്. ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് ട്രയാങ്കിളുകൾ സിമിലർ ആണെങ്കിൽ, സിമിലർ എന്ന് വെച്ചാൽ കാണാൻ ഒരേപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളുകൾ സിമിലർ ആണെങ്കിൽ അവർക്കിടെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി എല്ലാ ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകളെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ, അതായത് 2ഉം 3ഉം 4നെ 2 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 2നെ നമുക്ക് സ്കെയിൽഡ് ഫാക്ടർ എന്ന് പറയാം. സ്കെയിൽഡ് ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. മനസ്സിലായോ? ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിള് നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണോ? അനന്തു അല്ല, അഭിനവ് പറഞ്ഞേ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണോ? എന്താ കാരണം? 90 ഡിഗ്രി അവിടെ വന്നിട്ടുണ്ട്, 60 ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്, ഒരേപോലെ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. ഈ ട്രയാങ്കിളുകൾക്ക് ഞാൻ PQ ആർന്നും ഇവിടെ XYZ എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, അതായത് ഈ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 5. നോക്ക്, PQR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 3ഉം 4ഉം 5ഉം.
എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ്സ് തന്നിട്ടില്ല, ഒരു സൈഡ് തന്നിട്ടുള്ളൂ 2. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള സൈഡുകൾ എന്തായിരിക്കും? എക്സ് വൈ സെഡിന്റെ ബാക്കിയുള്ള സൈഡുകൾ എന്തായിരിക്കും? നജിലിനറിയോ ചെയ്യാനായിട്ട്? 2, 3, 4 കാണാം. അല്ല, ഞാൻ പറയാം ടീച്ചറെ. തനുഷ് പറഞ്ഞേ. ആദ്യം 5ഉം 4ഉം 3 ചെയ്യണം. അനന്ത് പറഞ്ഞേ. ഫസ്റ്റ് പറയാം. പറയില്ല. അഭിനവ് പറയൂ. ഞാൻ പറയാം. പോയി. എനിക്ക് പറഞ്ഞേ. ഇവിടെ എക്സ് വൈ സെഡിന് 2 എണ്ണങ്ങള് 3, 4ഉം ക്യൂ പി ആറിന് 3, 4, 5. എക്സിന്റെ പേര് 2ഉം പിന്നെ എക്സിന്റെ പേര് 2ഉം. എക്സിന്റെ പേരോ? മിസ്സേ പേരുണ്ടാവണം മിസ്സേ. എക്സ് വൈ സെഡ് അങ്ങനെ ഉണ്ടാവില്ലേ? അഭിനവ് പറയും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ഈ 2 ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ സെയിം ആണ് അല്ലേ? ആംഗിളുകൾ സെയിം അല്ലേ? ഏതൊക്കെയാ? 30 ഡിഗ്രി ഉണ്ട്, പിന്നെ 60 ഡിഗ്രി ഉണ്ട്, പിന്നെ 90 ഡിഗ്രി ഉണ്ട്. ഇത് 3ഉമാണ് നമുക്കുള്ള ആംഗിളുകൾ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഒരെണ്ണത്തിന് ചോദിച്ചപ്പോ കിട്ടിയിട്ടില്ല, ഒരാൾക്ക് പോലും കിട്ടിയില്ല. ആ കുഴപ്പമില്ല, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. 30, 60, 90 എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗിളുകൾ. നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കിൾ പി ക്യു ആർ, ഇതിന്റെ ആണല്ലോ എല്ലാം തന്നിട്ടുള്ളത് അല്ലേ? ട്രയാങ്കിൾ പി ക്യു ആറിന്റെ എല്ലാ സൈഡുകളും തന്നിട്ടുണ്ട്. പി ക്യു ആറിന്റെ സൈഡുകൾ ഏതൊക്കെയാ? പി ക്യു, അതായത് 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പറഞ്ഞേ. ഏതാ തനുഷേ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്? 60 സൈഡ്. അപ്പൊ ആംഗിളും സൈഡും എന്താന്ന് വലിയ ധാരണയില്ല അല്ലെ? ഇതാണ് ആംഗിള്, സൈഡ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ, അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് 3 ആണ് കേട്ടാ. ഈ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ്, ഇത് 3 ആണ്. ഓക്കെ, അടുത്തത് 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എടുക്കണം. ഇതാണ് നമ്മുടെ 60. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 4. 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇത് 5. ഇത്ര മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിളിന്റെ പേരെന്താ? ട്രയാങ്കിൾ എക്സ് വൈ സെഡ്. ഇതിനകത്ത് 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ? 30 ഇവിടെയാണ്. 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് ഇത് വൈ സെഡ്. അത് തന്നിട്ടില്ല അല്ലെ? അപ്പൊ തന്നിട്ടില്ലേ, പോട്ടെ. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ലേ? ശരിക്കും നോക്ക്. ഇതാണ് 60. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2 ആണ്. അപ്പൊ അത് തന്നിട്ടുണ്ട് 2. 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് അറിയാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിയേ.
മുകളിലത്തെ രണ്ടെണ്ണം തന്നേക്കുന്നത് ഇതല്ലേ തന്നേക്കുന്നത്, ഈ ഒരു പേര നമുക്ക് അറിയുള്ളൂ അല്ലെ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? 4ന്റെ പകുതിയാണ് 2. 4ന്റെ പകുതിയാണ് 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5ന്റെ പകുതിയായിരിക്കും. ഇവിടെ എന്തായിരിക്കും? 3ന്റെ പകുതിയായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? സൈഡുകൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്? രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ നോക്കുക, ആ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ എഴുതാം. അതിനകത്ത് തന്നേക്കുന്ന സൈഡുകൾ മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം നോക്കാം. മുകളിലത്തെയും താഴത്തെയും തമ്മിലുള്ള ബന്ധം നോക്കുക. 4ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മുകളിലത്തെ പകുതിയാണ് താഴെയുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്ക് നോക്കുമ്പോൾ ഓരോന്നിന്റെ പകുതിയാണ്. എഴുതിക്കോ. വരയ്ക്കണേ മിസ്സായിട്ട്? ആ വരയ്ക്കണം. കഴിഞ്ഞോ? ഇല്ല മിസ്സേ. കഴിഞ്ഞു. ഇവിടെ നോക്കിയേ, ഹിയർ ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഇതാണ് ക്വസ്റ്റ്യൻ ട്ടാ, അത് എഴുതണേ. ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അപ്പൊ മനസ്സിലാവാൻ എളുപ്പത്തിനകത്ത് ട്രയാംഗിൾ വരച്ചിട്ട് നോക്കിയേ. ഞാൻ വരയ്ക്കാൻ നോക്ക്. ഇവിടെ ഒരു വട്ടം വരച്ചു, ഒരു വട്ടം വരച്ചു. കാരണം ആംഗിൾ പിയും ആംഗിൾ സിയും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. അടുത്തത് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ 2 വട്ടം വരച്ചു, ആംഗിൾ എ എന്ന് പറഞ്ഞപ്പോൾ 2 വരെ വരച്ചു. അടുത്തത് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ ഇവിടെ 3 വര വരച്ചു, ഇവിടെയും 3 വര വരച്ചു. മനസ്സിലായോ? യെസ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി അതർ 2 സൈഡ്സ് ഓഫ് ദി. എന്താടാ? ഒന്നും പറഞ്ഞില്ല. എന്താണ് ചോദ്യം? ഈ ചോദ്യത്തിനകത്ത് ഈക്വൽ ആയിട്ട് വരുന്നത് ഞാൻ മാർക്ക് ചെയ്തെന്നുള്ളൂ. ആംഗിൾ പിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അതിന് ഞാൻ 1 വര വരച്ചു. ആംഗിൾ ക്യൂവും ആംഗിൾ എയും ഈക്വൽ ആണ്. ഇതിന്റെ 2 വര വരച്ചു. ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. 3 വര വരച്ചു. നമുക്ക് ഇത്രയും സൈഡുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുത്. ആദ്യം നമുക്കറിയാം ഇവരുടെ മെഷർമെന്റ്സ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ആംഗിൾ പിയും ആംഗിൾ സിയും ഈക്വൽ ആണല്ലോ. അപ്പൊ അതിന്റെ രണ്ടിന്റെയും പേര് എഴുതി വയ്ക്കാം. ഇവിടെ
ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എ, ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇനി നോക്കിയേ, പിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പിയും സിയും ആണ്. ഈ പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് നമുക്ക് അറിയില്ല, അതായത് ആർ ക്യൂ നമുക്ക് അറിയില്ല. സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്ക് അറിയാം 8 ആണ്, അതായത് എ ബി എന്ന് പറയുന്നത് 8 ആണ്. ഇത് അറിയില്ല, അതവിടെ നിൽക്കട്ടെ കേട്ടാ. ഇനി ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് അറിയില്ല, അതായത് ആർ പി നമുക്കറിയില്ല. ഇനി ഇവിടെ ആംഗിൾ എ ആണ്, ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്കറിയാം, അതേതാ ബി സി, അത് 9 ആണ്. ഇനി അടുത്തത് ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി, ആറിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്കറിയാം, അത് 3 സെന്റിമീറ്റർ ആണ്, അതായത് പി ക്യൂ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ ബി ആണല്ലേ, അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്കറിയാം, എ സി ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. നിങ്ങൾക്ക് മനസ്സിലായി ഇത് എഴുതിയത് എങ്ങനെയാന്ന്? ആദ്യം ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ എഴുതി, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ എഴുതി. പിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആർ ക്യൂ, അതറിയാൻ പാടില്ല. സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എ ബി, അത് 8 ആണ്, അതറിയാം. ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആർ പി, അതറിയാൻ പാടില്ല. എന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ബി സി, അതറിയാം. ഇവിടെ ആറിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് പി ക്യൂ, അത് നമുക്കറിയാം 3 ആണ്. ആംഗിൾ ബിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എ സി, അത് 6 ആണ്. ഇവർ തമ്മിലുള്ള ബന്ധം നോക്കിയേ. തനുഷ് പറഞ്ഞേ, എന്താണ് ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ, കണക്ഷൻ, ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ബന്ധം? പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം എഴുതുന്ന ട്രയാങ്കിൾ ഇല്ലേ, ആദ്യം എഴുതുന്ന ഈ സൈഡുകൾ അതെല്ലാം ഒറ്റ ട്രയാങ്കിളിൽ നിന്ന് തന്നെയായിരിക്കണം കേട്ടോ. അതായത് ട്രയാങ്കിൾ പി ക്യു ആറിന്റെ സൈഡുകളായിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. മനസ്സിലായാ? ഇപ്പൊ ഇവിടെ ആദ്യം ബി സി എഴുതിയിട്ട് പിന്നെ ആർ പി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്നു. നമ്മളത് കറക്റ്റ് ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡുകൾ തന്നെ ആദ്യം, പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ സൈഡിൽ അങ്ങനെ എഴുതണം. ഇപ്പൊ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം തെറ്റുന്നു. ക്ലിയർ ആയി പറഞ്ഞത്? തനുഷിനോട് ഞാൻ ചോദിച്ചത് ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള കണക്ഷൻ. തനുഷിനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ അറിയില്ലേ? ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ബന്ധം എങ്കിലും പറയൂ തനുഷ, ഈ 3 മാറും തമ്മിലുള്ള ബന്ധം. മൂന്ന് മാറും തമ്മിൽ വല്ല ബന്ധമുണ്ടോ തനുഷേ? എന്നിട്ടാ മൂന്ന് വെച്ച് കൂട്ടിയിട്ടാ. നമ്മൾ കൂട്ടലും കുറയ്ക്കലും അല്ല ഇവിടെ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ്. 3നെ എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 6 കിട്ടുമോ? ആ, 3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും അല്ലേ? അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് എന്ത് പറയാം, 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും ഇല്ലേ? ഇവിടെയൊക്കെ ആദ്യത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ താഴെ കിടക്കുന്നതിന് എല്ലാത്തിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? നജിന് മനസ്സിലായോ? താഴെ കിടക്കുന്ന നമ്പറുകളെയൊക്കെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മുകളിലത്തെ കിട്ടും. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9/2 അഥവാ 4.5 കിട്ടും. ഇത്രേ ഉള്ളൂ. ആർ ക്യൂ ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. RP is equal to 4.5 centimeter.
നിനക്ക് എന്തൊരു തോന്നുന്നത് കണ്ടിട്ട് എഴുതാൻ തോന്നുന്നുണ്ടോ? ഏ ആ അല്ലാണ്ട് പിന്നെ ഇത് എനിക്ക് കാണാൻ വേണ്ടിട്ടാണോ ഞാനിത് എഴുതിയിട്ടാണത്? ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എഴുതണോ മായ്ക്കണോ? എനിക്കൊരു സംശയം. എന്താ? ഈ ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലേ ഏറ്റവും വന്നത്? അല്ല ആർക്ക് ഇവിടെ 4x2 ചെയ്തപ്പല്ലേ ഈ പിക്കും എസിയും 3x2 ചെയ്തപ്പോഴാണ്. അപ്പം ഈ ആർക്കും ബേസിലൂടെ 4.5 വന്നത്. അല്ല അപ്പം 3x3 ചെയ്താൽ ടൈം പറ്റില്ല. അപ്പൊ 3x2 മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ല ഏതിന്റെ അവിടെ 2 മാത്രമേ ഇന്ത്യ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യമായിരുന്നത് അല്ലേ? അതായത് ആർക്കും നമുക്ക് അറിയാൻ പാടില്ല, ആർപി നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് അറിയണത് രണ്ടാമത്തെ ട്രയാങ്കിളിലെ സൈഡുകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. മനസ്സിലായ? അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിലെ സൈഡുകൾ വെച്ച് നോക്കുമ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് മുകളിലത്തെ കിട്ടിയത്? 2 ചെയ്തപ്പോഴാ. 2 എന്ത് ചെയ്തു? 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണോ 3 കിട്ടിയത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 3 കിട്ടിയത് അല്ലേ? അതായത് താഴെ കിടക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് മുകളിൽ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുകളിൽ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോഴാണ് 4.5 വന്നത്. ഇവിടെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോഴാണ് 4 വന്നത്. എടാ 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണോ 3 വന്നത്? ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ? അപ്പൊ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 3 into 2 ചെയ്യുമ്പോൾ 6 തന്നെ വരും. അത് മുകളിലത്തെ അറിയാവുന്നുണ്ടെങ്കിൽ ഇതിന് ഇൻറ്റു 2 ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് മുകളിലത്തെ അറിയില്ലല്ലോ. മുകളിലത്തെ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു 9 വീശുണ്ടില്ലേ 9 അപ്പൊ മേരി 3 ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി. ഡിവൈഡ് ചെയ്യാം. ഒന്നും തന്നെ ചെയ്ത് പറഞ്ഞേ. സ്റ്റെപ്സ് എന്ന് പറഞ്ഞേ. ആദ്യത്തെ കോളം ആരാ പറഞ്ഞു തരിക? ഞാനൊന്ന് പറഞ്ഞടാ. എനിക്ക് ടീച്ചറായിട്ട് തന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. ടീച്ചർ R cube
പിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആർ ക്യൂ അറിയാൻ പാടില്ല. ആ ഇവിടെ സിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ ബി അറിയോ? അത് എ ബി 15. ഓക്കെ. അടുത്ത അടുത്ത വേണ്ട വേണ്ടടാ. അടുത്തത് അഭിനവ് പറഞ്ഞേ. ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആർ പി, അതറിയാൻ പാടില്ല. എന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആർ പി. ക്യൂവിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആർ പി, അത് എഴുതി. എന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? എയുടെ ഓപ്പോസിറ്റ് ബി സി. ബി സി എത്രയാ? 9. അടുത്ത് ആറിന്റെ ഓപ്പോസിറ്റ് ഏതാ? നമ്മുടെ നജില് പറഞ്ഞടാ. ആറിന്റെ ഓപ്പോസിറ്റ് ഏതാ? 2. പേര് പറയൂ. പി ക്യൂ 2. പിന്നെ ഏതാ? ബിന്റെ ഓപ്പോസിറ്റ് ഏതാ? എ സി എത്രയാ? 6. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടും അറിയണത് മൂന്നാമത്തേലാണ് അല്ലേ? ഇവിടെ 2, ഇവിടെ 6. ഈ 6നെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് 2 കിട്ടുക? എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുക അല്ലേ? താഴെ കിടക്കുന്ന നമ്പറിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുകളിലത്തെ കിട്ടുക. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3 കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇപ്പൊ എല്ലാ സൈഡുകളും കിട്ടിയില്ലേ? എഴുതി വെച്ച വേഗം. കഴിഞ്ഞിട്ടോ? കഴിഞ്ഞ എല്ലാവരുടെയും? ഓക്കെ, വെരി ഗുഡ്. How many times the sides of the large triangle is longer than that of the small triangle? Write the angles of two triangles which are equal. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ഇതിന്റെ ഈ സൈഡ് 10 സെന്റിമീറ്ററും ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ 10, 10ന്റെ പകുതി 5 അല്ലേ? അല്ലേ? ഇനിക എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കുക. ഇതിന്റെ വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് 10, 4, 8. ഇവിടെ നമുക്ക് എ ബിയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് ഇവിടെ പി ക്യു ആണ്. ഇവിടെ പകുതി 5 ആണ്. ഇവിടെ 4. അപ്പൊ ഇവിടെ ആർ ക്യു എന്നായിരിക്കും ഉണ്ടാവുക? അതിന്റെ പകുതി 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? ഇവിടെ 8 ആണെങ്കിൽ അതിന്റെ പകുതി ഇവിടെ 4 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? അപ്പൊ നമുക്ക് ഏതൊക്കെയാ പെയറുകൾ വന്നത്? ബിന്റെ ഓപ്പോസിറ്റും അല്ലെ? ഈ 8 സെന്റിമീറ്ററും ഈ 8 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും.
ഇവർ തമ്മിലല്ലേ നമ്മൾ പെയർ ചെയ്തത്. അപ്പൊ നമ്മുടെ ചോദ്യം നോക്ക്, ഹൗ മെനി ടൈംസ് ദി സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈസ് ലോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണ് വലിയ ട്രയാങ്കിൾ അല്ലേ? ചെറിയ ട്രയാങ്കിൾ എഴുത്താണ് മെയിൻ, അങ്ങോട്ട് എഴുതാ ഇങ്ങോട്ട് എഴുതി തീർത്താ എല്ലാം കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണ് വലിയ ട്രയാങ്കിൾ? ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ 2 ടൈംസ് 2 ടൈംസ് അല്ലേ? ഇതിനെ നോക്കിയേ, പി ക്യു എന്ന് പറയുന്ന സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ബി കിട്ടും ഇല്ലേ? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി കിട്ടും. അതുപോലെ ബി സി എന്ന് പറയുന്ന സൈഡിനെ അല്ല ആർ ക്യു എന്ന് പറയുന്ന സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി സി കിട്ടും. അതേപോലെ എ സിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സി കിട്ടും. അപ്പൊ എത്ര ടൈംസ്, ഹൗ മെനി ടൈംസ് ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിളിന്റെ എത്ര മടങ്ങാണ് ചെറിയ ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാ? 1/2 ടൈംസ് ആണ്. ശ്രദ്ധിക്കണം കേട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, വലിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണ് ചെറിയ ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ 1/2 ടൈംസും, ചെറിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈംസ്. മനസ്സിലായോ? ചെറിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈംസ്, വലിയ ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണെന്ന് ചോദിച്ചാൽ 1/2 ടൈംസ്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദി ആംഗിൾസ് ഓഫ് 2 ട്രയാങ്കിൾസ് വിച്ച് ആർ ഈക്വൽ. ഈ 2 ട്രയാങ്കിളിന്റെയും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ 10ന്റെ ഓപ്പോസിറ്റുള്ള സിയും 5ന്റെ ഓപ്പോസിറ്റുള്ള ആറും, ആംഗിൾ സിയും ആംഗിൾ ആറും ആയിരിക്കും ഈക്വൽ ആയിട്ട്. അതേപോലെ ഇവിടെ 8ന്റെ ഓപ്പോസിറ്റുള്ള ബിയും 4ന്റെ ഓപ്പോസിറ്റുള്ള ക്യൂവും, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും. പിന്നെയോ, പിന്നെ ബാക്കിയുള്ള ഒരു ആംഗിളല്ലേ ഉള്ളൂ, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. എന്തുവാണ് കിടന്നിട്ടൊക്കെ ക്ലാസ് കേൾക്കണം? എനിക്കിരുന്നേ ഇവിടെ. എന്റെ അഭിനവ് എണീറ്റിരിക്കാൻ. ഇതൊന്നും എഴുതിയെടുക്കണമൊന്നുമില്ലേ? വേണ്ടേ? കഴിഞ്ഞ മിസ്സാ? എല്ലാരും കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞു. കഴിയില്ല. എങ്ങനെ കഴിയാ? കിടപ്പായിരുന്നില്ലേ? ഞാൻ ശ്രദ്ധിക്കുവേ. ഇത് ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതുന്നു. അതാണ് അതിന്റെ ആൻസറടോ.
കഴിഞ്ഞു. Okay, sides and angles. ഇവിടെ if the sides of two triangles are scaled by the same factor, then the angles are same. എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞത് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ചെറിയ ട്രയാങ്കിളിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിൾ കിട്ടും ഇല്ലേ? ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ 2ഉം 4ഉം 6ഉം ആണെങ്കിൽ നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ സൈഡിൽ 4ഉം 8ഉം 12ഉം കിട്ടും. ഇതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അപ്പുറത്ത് കിട്ടുന്നത്. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? രണ്ടിന്റെയും ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി സെക്കൻഡ് ട്രയാങ്കിൾ, സൈഡ്സ് ഓഫ് ദി സെക്കൻഡ് ട്രയാങ്കിൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, സൈഡ്സിന് ഒരു സെയിം ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നേരെ തിരിച്ചാണ് ഇപ്പൊ പറയണേ, ഇഫ് സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 2 ട്രയാങ്കിളുകൾ നിങ്ങൾ കാണുവാണേ, ഇങ്ങോട്ട് ഓക്കെ ഇപ്പോഴേക്കും കുത്തിയിരുന്ന് എഴുതി തുടങ്ങി. ഇപ്പൊ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം അല്ലേ, ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പം ഇതിന്റെ 2 സൈഡുകളും എന്താണ് ഒരു ബന്ധമുണ്ട് അല്ലെ? അതായത് ഈ 2 ട്രയാങ്കിളിലെ സൈഡുകളും ഒരു ബന്ധമുണ്ട്. എന്താ? ഇതിന്റെ പകുതിയാണിത്, ഇതിന്റെ പകുതിയാണിത്, ഇതിന്റെ പകുതിയാണിത്. സോ നമുക്ക് പറയാം ചെറിയ ട്രയാങ്കിളിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിൾ കിട്ടും എന്ന് പറയാം അല്ലെ? ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയാണ് സൈഡ്സ് ഇതുപോലെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇവരുടെ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞത് ആംഗിളുകൾ ഈക്വൽ ആകുമ്പോൾ സൈഡുകൾ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ നേരെ തിരിച്ച് പറയാണ് സൈഡുകൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. ഈ ക്വസ്റ്റ്യൻ അത് എഴുതിയില്ലേ? എന്തോ നീ പറഞ്ഞേ? ഇത് എഴുതിയെടുക്ക്. മനസ്സിലായി. എടാ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇതിന്റെ ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ചെറിയ ട്രയാങ്കിളിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ട്രയാങ്കിളിലെ സൈഡ്സിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിളിലെ സൈഡ്സ് കിട്ടുമെന്ന് പറഞ്ഞു നേരത്തെ. എന്താണ്? ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് സ്കെയിൽഡ് ബൈ എ കോമൺ ഫാക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായ അഭിനവന് നേരത്തെ പറഞ്ഞ കാര്യം? അതായത് ആംഗിളുകൾ ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ ആംഗിൾ എക്സ്, ഇതിന്റെ ആംഗിൾ എക്സ്, ഇതിന്റെ ആംഗിൾ വൈ, ഇതിന്റെ ആംഗിൾ വൈ, ഇതിന്റെ ആംഗിൾ സെഡ്, ഇതിന്റെ ആംഗിൾ സെഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ചെറിയ ട്രയാംഗിളിൽ ഇപ്പൊ പി
ചെറിയ ട്രയാങ്കിൾ സൈഡ് ഏതൊക്കെയാ? എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 6, എക്സ് വൈ സെഡ്, ഇതാണ് 3 ആംഗിളുകൾ അല്ലേ? ഈ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 6, ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് സി. ഞാൻ പറഞ്ഞത് ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി കിട്ടും ഇല്ലേ? ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യം ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ സൈഡുകൾ ഈക്വൽ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വൈയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ആണ്. ഈ പിന്നെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എ. ഇവരും ഇതുപോലെ തന്നെ കെ കൊണ്ട് തന്നെയായിരിക്കും മൾട്ടിപ്ലൈ. നമ്മള് ഇതിനെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയും 2 കൊണ്ട് തന്നെയല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ എന്തുവാ സെഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ക്യൂ, അപ്പോൾ ഇവിടെ നമ്മൾ സെഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ബി. അപ്പൊ ക്യൂനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ബി. അതായത് ഒരു സെയിം നമ്പർ വെച്ചാണ് നമ്മൾ മുകളിൽ തന്നെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിനെയാണ് ഈ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റേ ട്രയാങ്കിൾ കിട്ടുന്നത്. എല്ലാപ്പോഴും 2 അല്ല, അത് 3 വരാം, 2 വരാം, 5 വരാം, മാറി മാറി വരാം. ഇപ്പൊ നേരെ തിരിച്ചു പറയാം. നിനക്ക് 2 ട്രയാങ്കിളുകൾ ഞാൻ തന്നേക്കുക. ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡുകള് ഇവിടെ 5, ഇവിടെ 10, ഇവിടെ 50 ഇങ്ങനെയാന്ന് വിചാരിക്കും. വേറൊരു ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനെ. ഈ ട്രയാങ്കിളിലെ സൈഡുകൾ 1, 2, 3. ഓക്കെ, ഇപ്പൊ നിനക്ക് ഈ 2 ട്രയാങ്കിളുകൾ തമ്മിൽ വല്ല ബന്ധവും തോന്നുന്നുണ്ടോ? എന്ത് ബന്ധം തോന്നണേ? ഓ, ഭയങ്കര ബന്ധമായി പോയത്. അതായത് ചെറിയ ട്രയാങ്കിളിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിനക്ക് വലിയ ട്രയാങ്കിൾ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? നോക്ക്. തുമ്മല് വന്നിട്ട് തുമ്മാനും പറ്റില്ല. പറ, ചെറിയ ട്രയാങ്കിളിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കിട്ടുന്നുണ്ടോ നോക്കിയേ. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകളെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ ട്രയാങ്കിളിലെ സൈഡുകൾ കിട്ടുന്നുണ്ടോ? ഏത് നമ്പർ കൊണ്ടാ? ചെറിയ ട്രയാങ്കിൾ സൈഡുകൾ 1, 2, 3 ഇതിനൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2, 4, 6. അതാണ് അപ്പുറത്തെ ട്രയാങ്കിളിലെ സൈഡുകള്. പിന്നെന്ത് ചെയ്യും? ഇച്ചിരി ബോധം ഉപയോഗിക്കട്ടാ. എല്ലാം ടീച്ചർ പറഞ്ഞത് മാത്രം കേട്ടോണ്ടിരിക്കരുത്, നമ്മളും കൂടെ കുറച്ച് പരിശ്രമിക്കണം. അപ്പൊ ചെറിയ ട്രയാങ്കിളിലെ സൈഡുകളെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ ട്രയാങ്കിളിലെ സൈഡുകൾ കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ 5 ആണ് നമ്മുടെ ഈ സ്കെയിൽഡ് ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ നമുക്ക് മറ്റേ സൈഡുകൾ കിട്ടിയത്. അപ്പൊ ഞാൻ പറയാം, ഈ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് ഈ 5 കിട്ടി. അപ്പൊ നമ്മുടെ പെയർ വരുന്നത് ആരൊക്കെയാ? 1ഉം 5ഉം ആണ് പെയർ അല്ലേ? അത്ര എടുത്തുചാട്ടം വേണ്ട. അപ്പൊ 1ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും 5ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും, സോറിടാ, 1ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും 5ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും രണ്ടും ഈക്വൽ ആയിരിക്കും. അവർ രണ്ടുപേരാണ് പെയർ ആയത്. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് പെയർ പറഞ്ഞത്? 2ഉം 10ഉം. അപ്പൊ 2ന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്. അതിന് ഞാൻ 2 വരെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ 10 ആണ് അല്ലേ? 10 ആണ് പെയർ. അപ്പൊ 10ന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ്. ഇതിനും ഞാൻ 2 വരെ വരയ്ക്കുന്നുണ്ട്. ആ 2 ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. പിന്നെ മൂന്നാമത്തേത് മാത്രമല്ലേ ഉള്ളൂ 2ലും. അപ്പൊ ആ മൂന്നാമത്തെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ സൈഡുകള് ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ മനസ്സിലായോ?
ഇത് എഴുതിയെടുത്തോ, നിങ്ങൾ ഇവിടെ എക്സാം എഴുതിക്കോളൂ കേട്ടോ. എക്സാം എഴുതിക്കോ. ഓക്കെ, അപ്പൊ മിസ് ലീവ് ചെയ്യുവാണ്. നിങ്ങൾ എല്ലാരും എക്സാം എക്സാം വന്നേക്കുന്ന ബയോളജിയുടെ ആ അതെ ബയോളജിയിലെ വന്നേ ഇന്നത്തെ ചാപ്റ്റർ ടെസ്റ്റ് ഇന്നത്തെ ചാപ്റ്റർ ടെസ്റ്റ് ചെയ്തതല്ലേ? വേറെ എടുത്ത് നോക്കി. ഇന്നത്തെ ചാപ്റ്റർ ടെസ്റ്റാ. ഇന്നത്തെ ചാപ്റ്റർ ടെസ്റ്റിന്റെ ആണ് മിസ്സേ. What's going on? അത്രയ്ക്കൊന്നും അങ്ങോട്ട് വേണ്ട. എക്സാം എഴുതാൻ പറ്റണമെങ്കിൽ എഴുതണ്ട. നമുക്ക് ചാപ്റ്റർ ടെസ്റ്റിന്റെ ആണ് ബയോളജി. ആ കുഴപ്പമില്ലാന്ന് എഴുതണ്ട. എക്സാം എഴുതണ്ട, കാര്യം കഴിഞ്ഞില്ലേ. നാളെ ഉണ്ടല്ലോ, നാളെ ഞാൻ എടുത്തോളാം, രണ്ടും കൂടി ഒരുമിച്ചിട്ട് കേട്ടോ. Oh my gosh. ആ ശരിയാ, നോക്കി ബൈ, സി യു, ഗുഡ് നൈറ്റ്. Bye. ബൈ. Is it okay അല്ലേ ഇപ്പൊ? ആ പിന്നെ ഓക്കെ, സെറ്റാണ്. അഭിനവ് ഇരിക്കുക. Bye. ബയോളജിയുടെ ചാപ്റ്റർ ടെസ്റ്റ് ആണ് വന്നിട്ടോ. ബയോളജിയാ മക്കളെ സാർ ഇപ്പൊ